ഞാനും എന്റെ റയാനും കൂടെ ഒരു ട്രിപ്പ് പോവാണ്. എവിടെയാ റയാനെ പോണേ? നമ്മൾ എവിടെയായിരുന്നു? അതുവരെ അവൻ മറന്നുപോയി. ഞങ്ങൾ ഇന്ന് കുട്ടിക്കാനം പോവാണ്. കുട്ടിക്കാനം വാഗമണ്ണാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ പോയിട്ട് ഇന്ന് വരുമോ അതെയോ നാളെ രാവിലെയാണോ വരുന്നതെന്ന് സത്യം പറഞ്ഞാൽ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ബാഗ് നിറച്ച സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. ബാക്കി വരുന്നിടത്ത് വെച്ച് നോക്കാം എന്ന് വിചാരിച്ച് ഞാനും റയാനും കൂടെ നമ്മുടെ ബ്രിസേലാട്ടോ പോകുന്നത്. ഈ വണ്ടിയിൽ ഇറങ്ങുവാണ്. ആക്ച്വലി രാവിലെ പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെങ്കിൽ ഉറക്കത്തിന്റെ കൂടുതലോട്ട് രാവിലെ എഴുതേക്കാൻ പറ്റിയില്ല. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ തൊടുപുഴയിൽ ഞങ്ങൾ വാഗമണ്ണല്ല കുട്ടിക്കാനത്തിന് കയറുക കേട്ടോ. അപ്പം നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. ഞങ്ങൾ ഇവിടെ ഒരു ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കണ്ട ഒരു സ്റ്റാൻഡ് മേടിച്ചു. നമ്മൾ കോട്ടയം വഴിയാ പോകുന്നതെന്ന് തോന്നുന്നു. നിലവിൽ ഇപ്പൊ ആ വഴിക്കാണ് പൊക്കോണ്ടിരിക്കണേ. എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. 71 കിലോമീറ്റർ ആണ് കാണിച്ചത്. അപ്പം നമ്മളിപ്പം നിലവില് മാനത്തൂരൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ഉച്ചയൊക്കെ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഉച്ചയ്ക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ബെസ്റ്റ് ആയിട്ട് ഫുഡ് അടിക്കുക ആദ്യത്തെ കാര്യം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ രണ്ടും കൂടെ പോകുന്നത് തന്നെ. പിന്നെ നേരെ ബാക്കി എന്താന്നുള്ളത് നോക്കുക. അതാണ് ഇപ്പൊ നിലവിൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ അവിടുത്തെ ഒരു മെയിൻ സ്പോട്ടുകൾ എന്തൊക്കെയാണെന്ന് കുറച്ചൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ കാണാം. പിന്നെ ഇവന്റെ ബോർഡ് അനുസരിച്ച് എങ്ങനെയാ പോകട്ടെ എന്നുള്ളതൊക്കെ നോക്കാം. അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിക്ക് കണ്ട ഭരണങ്ങാനം ചർച്ചിൽ കയറി പ്രാർത്ഥിച്ചു. ഇവിടെ അൽഫോൻസാമയുടെ അടുത്തുനിന്ന് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാട്ടോ ഞങ്ങൾ യാത്ര തുടരുന്നത്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നത് അൽഫോൻസാമ സഭാവസ്ത്രം സ്വീകരിച്ച പള്ളി കാണാൻ പറ്റും. അതുപോലെ അൽഫോൻസാമേനെ അടക്കിയിരിക്കുന്ന ടോംബ് കാണാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം. ഭയങ്കര ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലമാട്ടോ ഇത്. നമുക്ക് നോക്കുമ്പോൾ കാണാം. ഈ കുറേ കാണുന്നതാണ് അൽഫോൻസാമേനെ അടക്കിച്ചിരിക്കുന്ന ടോംബ് ഇരിക്കുന്ന സ്ഥലം. അവിടെ ആണെങ്കിൽ സഭാവസ്ത്രം സ്വീകരിച്ചിരിക്കുന്ന പള്ളി നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരും. അങ്ങനെ ഞങ്ങള് കുട്ടിക്കാനത്തിന്റെ ഏകദേശം ഒരു വാതിലൊക്കെ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ആകെ 15 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ കുട്ടിക്കാനത്തെത്തും. ആക്ച്വലി നമുക്ക് തൊടുപുഴയെന്ന് 1.25 മണിക്കൂറാണ് കുട്ടിക്കാനം ഉണ്ടായിരുന്നത്. നമ്മൾ ഇടയ്ക്കൊന്ന് ഭരണങ്ങാനത്ത് ഇറങ്ങി. അപ്പൊ അത് കാരണം അതിന്റേതായ കുറച്ച് ലേറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ 1:30 ആവുമ്പോഴേക്കും കുട്ടിക്കാനം എത്തുമെന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓപ്പൺ കിച്ചൺ ആണ്. യെസ് ആദ്യം തന്നെ പോയി പുട്ടടിക്കുക. ഞങ്ങൾ അങ്ങനെ ഓപ്പൺ കിച്ചണിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഞങ്ങള് കഴിച്ചത് ചിക്കൻ ആൻഡ് ചീസ് മധുരൈ കരണ്ടി ഓംപ്ലേറ്റ് ആണ്. അത് ഓക്കെ ആയിരുന്നു. ആക്ച്വലി നല്ല ചീസും ചിക്കനും ഒക്കെ ഇട്ടിട്ട് നൈസ് ആയിരുന്നു കേട്ടോ. പിന്നെ പെരി അൽഫാം കഴിച്ചു. അത് സൂപ്പർ ആയിരുന്നു. നല്ല സൂപ്പർ ആയിരുന്നു. അതിന്റെ ആ റുമാലി റൊട്ടിയൊക്കെ അടിപൊളി സൂപ്പർ നൈസ് ആയിരുന്നു. പിന്നെ ഞങ്ങളൊരു പിസ്സ മേടിച്ചു. അത് ഞങ്ങൾക്ക് മൊത്തം കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾ പകുതിയെ കഴിച്ചുള്ളൂ. കാരണം ഞങ്ങൾ കുറെ സാധനങ്ങൾ മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ പകുതി എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു മൊയ്റ്റോ കഴിച്ചു. ഇവനൊരു മാംഗോ ജ്യൂസും കഴിച്ചു. പിന്നെ ലാസ്റ്റ് ഒരു സാധനം കൊണ്ടത് തന്നെ കോഫി എക്ലെയർ എന്ന് പറഞ്ഞിട്ട് അത് മാത്രം ദുരന്തമായി പോയി. അത് മാത്രം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ക്ലാസിക് സ്ഥലമാണ്. കിടിലൻ ഫുഡാണ്. ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ കഴിച്ചിട്ട് വന്നേക്കണ ബില്ലെന്ന് പറഞ്ഞത് 1100 രൂപയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇനി അടുത്തത് പോകുന്നത് അമ്മച്ചിക്കൊട്ടാരത്തിലേക്കാണ്. അമ്മച്ചിക്കൊട്ടാരം എങ്ങനെയാണ് എന്താണെന്നൊന്നും ഐഡിയ ഇല്ല. നമുക്ക് പോയി നോക്കാം. എല്ലാ കുട്ടിക്കാനം വ്ലോഗ്സിലും അമ്മച്ചിക്കൊട്ടാരം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അമ്മച്ചിക്കൊട്ടാരം കാണാന്ന്. പക്ഷേങ്കില് വഴിയൊക്കെ ഭയങ്കര ദുരിതം വഴിയാണ്. ഇവിടെയൊക്കെ കുറെ ടൂറിസ്റ്റ് ഉണ്ടായിട്ട് ഇവരെന്താ പോലും വഴിയൊക്കെ ശരിയാക്കി ഇടാത്തത്. ഞങ്ങൾ അമ്മച്ചിക്കൊട്ടാരത്തിൽ വന്നതാണ്. ആക്ച്വലി ഈ അമ്മച്ചിക്കൊട്ടാരം എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക, കുട്ടിക്കാനത്ത് നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു കൊട്ടാരമാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പത്നിമാരെ അമ്മച്ചിമാരെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ വേനൽക്കാല വസതിയായിരുന്നു ഈ അമ്മച്ചിക്കൊട്ടാരം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് അത് എന്താ പറയുക, ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവർ ഈ തേയില ഒക്കെ ഇൻറ്റൻറ്റ് ചെയ്ത സമയത്ത് തൊട്ട് അവരുടെ കൈവശമൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ ആ സംഭവം ഭയങ്കര ജീർണനാവസ്ഥയിലാണ്. ഒട്ടും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ ഒരു ശകലം പോലും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പുറത്ത് ഒരു ധർമ്മരാജൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹമാണ് അതിൻ്റെ കെയർ ടേക്കർ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് 50 രൂപ തരാമെങ്കിൽ കയറ്റാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ 50 രൂപയൊക്കെ കൊടുത്ത് ഞങ്ങൾ 4 പേരൂടെ അവിടെ മുകളിൽ 2 പേരിപ്പുണ്ട്. ഞങ്ങൾ 4 പേരൂടെ ഇതിരി അകത്ത് കയറിയിട്ട് ലിറ്ററലി ഒരു പ്രേതാലയത്തിൽ കയറിയ ഒരു സീനായിരുന്നു അതിൻ്റെ അകന്ന് പറയുന്നത്. അതിന്റെ അകത്ത് ശവപ്പെട്ടിയൊക്കെ ഇരിക്കുന്നു. ഞാൻ ഇറങ്ങി ഓടി. ഇവൻ പറഞ്ഞു അയ്യോ എനിക്ക് പേടിയോ വിട. പക്ഷെ അയാൾ പറഞ്ഞു അതെന്തോ തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് വെച്ചേക്കണ പ്രോപ്പർട്ടിയാന്ന് പറഞ്ഞു. കുറേ മലയാള സിനിമയിലുണ്ട്. അതിന്റെ ആ ഒരു ലുക്ക് കൊണ്ടും അതിന്റെ ആ ഒരു ആംബിയൻസ് കൊണ്ടും കൂടുതലും പ്രേത സിനിമകളിലാണ് അമ്മച്ചിക്കൊട്ടാരം വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അത് ഏറ്റെടുത്തത്?
പ്രോപ്പറായിട്ട് സംരക്ഷിക്കാത്തതെന്നുള്ളത് അറിയത്തില്ല. ഇങ്ങോട്ടുള്ള പോരുന്നൊരു വഴിയൊക്കെ ഭയങ്കര രസം കേട്ടോ. കാടിന്റെ ഇടയ്ക്കൂടെ ചെറിയ വഴി കൂടെയൊക്കെ വേണം നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ട് പോരാനായിട്ട്. അങ്ങനെ അമ്മച്ചി വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ആക്ച്വലി ഞങ്ങൾക്ക് വലിയ പിടുത്തമൊന്നുമില്ല എങ്ങനെയാ പോകേണ്ടത്. ഫ്രണ്ടിൽ ഒരു വണ്ടി പോകുന്നുണ്ട്, അത് കാരണം ഇതുപോലത്തെ ചെറിയ വഴികളിൽ കൂടിയാട്ടോ നമ്മൾ പൊക്കോണ്ടിരിക്കണത്. ഞാനിവിടെ ഒരു മൗണ്ട് ചെയ്ത് വെച്ചേക്കുവാണ് എന്റെ ക്യാമറ, അതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്.